നമ്മുടെ DRDO ഇന്ത്യൻ യുദ്ധവിമാനങ്ങളിൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് വളരെ രഹസ്യമായിട്ട് ഒരു ലേസർ പോഡ് വികസിപ്പിക്കുകയാണ്. ഈ ലേസർ പോഡുമായി ബന്ധപ്പെട്ടുള്ള കൂടുതൽ വിവരങ്ങളൊന്നും ലഭ്യമല്ല. പക്ഷെ എന്താണ് ഇതിന്റെ ഉദ്ദേശമെന്നും എങ്ങനെയാണ് ഭാവിയിൽ ഇത് ഇന്ത്യക്ക് ഗുണം ചെയ്യുക എന്നുമൊക്കെ ഈ വീഡിയോയിലൂടെ നമുക്ക് നോക്കാം. DRDO മാത്രമല്ല, അമേരിക്കയും ചൈനയും റഷ്യയും ഒക്കെ ഇസ്രായേലും ഒക്കെ സമാനമായിട്ട് ലേസർ പോഡുകൾ ഉണ്ടാക്കുന്നതിനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അതിൽ ഇന്ത്യയുടെ വഴി കുറച്ച് ഡിഫറൻ്റ് ആണ്. ശത്രുവിന്റെ മിസൈലുകളെയും ഡ്രോണുകളെയും ആകാശത്ത് വച്ച് തന്നെ തകർക്കാൻ ശേഷിയുള്ള ഡയറക്റ്റഡ് എനർജി വെപ്പൺസ് അഥവാ ലേസർ ആയുധങ്ങളാണ് DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ കഴിയുന്നവയാണ്. ഇപ്പൊ സാധാരണ നമ്മുടെ കൈവശം ലേസർ ആയുധങ്ങളുണ്ട്. നമ്മുടെ ഗ്രൗണ്ടിൽ നിന്നുകൊണ്ട് ആകാശത്ത് വരുന്ന ഏരിയൽ ത്രെഡ്സിനെ തകർക്കാൻ കഴിയുന്ന ആയുധങ്ങൾ. അത് പല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നവ, പല റേഞ്ചിലുള്ളവ ഇന്ത്യ വികസിപ്പിച്ചിട്ടുണ്ട്. മേൽ പറഞ്ഞ പോലെ ഇന്ത്യയെ കൂടാതെ അമേരിക്കയും ഇസ്രായേലും ചൈനയും ഒക്കെ ലേസർ ആയുധങ്ങൾ വികസിപ്പിക്കുന്നുണ്ട്. ഇന്ത്യയുടെ കൈവശവുമുണ്ട്. പക്ഷെ എന്താണ് ഈ ലേസർ പോഡ്? സാധാരണയായിട്ട് യുദ്ധവിമാനങ്ങൾ ശത്രു മിസൈലുകളിൽ നിന്ന് രക്ഷപ്പെടുവാനായിട്ട് ജ്വാലകൾ അല്ലെങ്കിൽ ഫ്ലയേഴ്സോ അല്ലെങ്കിൽ ചാഫുകളോ ഒക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഇതിലൂടെ മിസൈലുകളെ വഴിതിരിച്ചു വിടാൻ പലപ്പോഴും കഴിയാറുണ്ട്. എന്നാൽ ഇത് എല്ലായ്പ്പോഴും സക്സസ് ആവണമെന്നുമില്ല. കാരണം ഇന്നത്തെ കാലത്തെ മിസൈലുകൾ എന്ന് പറയുന്നത് ഹൈലി അഡ്വാൻസ്ഡ് ആണ്. അമേരിക്കയുടെ F-35നെയും F-15 വിമാനങ്ങളെയും പോലും വിറപ്പിക്കാൻ കഴിയുന്ന മിസൈലുകൾ ഇന്നുണ്ട്. അതും ഇറാൻ പോലെ താരതമ്യേന ഒരു മീഡിയം പവർ അല്ലെങ്കിൽ മിഡിൽ പവർ എന്ന് പറയാവുന്ന ഒരു രാജ്യത്തിന്റെ കയ്യിൽ പോലും. ആ സാഹചര്യത്തിലാണ് ഇന്ത്യ അല്ലെങ്കിൽ നമ്മുടെ DRDO വികസിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഹാർഡ് കിൽ ലേസർ പോഡുകൾ ഒരു ഗെയിം ചേഞ്ചർ ആയിട്ടുള്ള ആയുധമായി മാറാൻ പോകുന്നത്. ഇത് മിസൈലുകളെ വെറുതെ അങ്ങ് വഴിതിരിച്ചു വിടുക ഒന്നുമല്ല ചെയ്യുന്നത്. മറിച്ച് ഈ ലേസർ രശ്മികൾ മിസൈലുകളെ നേരിട്ട് അങ്ങ് തകർക്കുകയാണ് ചെയ്യുന്നത്. സ്റ്റാർ വാർ സിനിമകളും ഗെയിമുകളും ഒക്കെ ഇപ്പൊ മനസ്സിൽ വന്നു കാണും അല്ലേ? സംഗതി ഏതാണ്ട് അതേപോലത്തെ ഒരു സംഗതിയാണ് ഇതും. പ്രകാശത്തോളം വേഗത്തിലുള്ള ആക്രമണമാണ് ഈ ലേസർ ആക്രമണങ്ങൾ എന്ന് പറയുന്നത്. ലേസർ പ്രകാശ വേഗത്തിൽ സഞ്ചരിക്കുന്നതിനാൽ ശത്രു മിസൈലുകൾക്ക് പ്രതിരോധിക്കാൻ പോലും സമയം കിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. മാത്രമല്ല, ഇത് ഉപയോഗിച്ചുകൊണ്ടുള്ള ആക്രമണം എന്ന് പറയുന്നത് വളരെയധികം കോസ്റ്റ് കുറവാണ്. നമ്മുടെ വിമാനങ്ങൾ മിസൈലുകളോ സമാനമായിട്ടുള്ള മറ്റ് ആയുധങ്ങളോ ഉപയോഗിച്ച് പ്രതിരോധിക്കുന്നതിന് പകരം ഇത്തരം ഹാർഡ് കിൽ ലേസർ പോഡുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിന്റെ ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് വെച്ചാൽ, വിമാനത്തിലെ എഞ്ചിനിൽ നിന്ന് വൈദ്യുതി ലഭിക്കുന്നിടത്തോളം കാലം ലേസർ ഉപയോഗിക്കാൻ കഴിയുമെന്നതാണ്. മിസൈലുകൾ തീർന്നു പോകുമെന്ന പേടി പോലെ ഇവിടെ ലേസർ തീർന്നു പോകുമെന്ന് പേടിക്കേണ്ടതില്ല. വളരെ ദൂരത്തിലുള്ള ലക്ഷ്യങ്ങളെ പോലും കൃത്യമായിട്ട് ദഹിപ്പിക്കുവാൻ ഇതിന് സാധിക്കും. പല രീതിയിൽ ഇത്തരം ലേസർ ആക്രമണങ്ങൾ നടത്താൻ കഴിയും. ഉദാഹരണത്തിന്, മിസൈലുകളുടെ മുൻഭാഗത്ത് സെൻസറുകൾ ഉണ്ടാവും. പലപ്പോഴും ശത്രുക്കൾ അയക്കുന്ന മിസൈലുകളുടെ എല്ലാം മുൻഭാഗത്ത് അതിന് സെൻസർ ഘടിപ്പിച്ചിട്ടുണ്ടാവും. ഈ സെൻസറുകളെ ലേസർ ഉപയോഗിച്ച് തകർക്കാൻ കഴിയും, അല്ലെങ്കിൽ അതിനെ കൺഫ്യൂഷൻ ആക്കാൻ കഴിയും. അതിശക്തമായിട്ടുള്ള താപം പുറപ്പെടുവിച്ചുകൊണ്ട് ഈ വരുന്ന മിസൈലുകളുടെ പുറം കവചങ്ങളെ ഉരുക്കിക്കളയാനും ഈ ലേസറുകൾക്ക് കഴിയും. മാത്രമല്ല, ശത്രുക്കളുടെ ഡ്രോൺ സ്വാംസ് ഉണ്ടല്ലോ, കൂട്ടത്തോടെ വരുന്ന ഡ്രോൺ, ഇതിനെ നിമിഷ നേരത്തിനുള്ളിൽ നശിപ്പിക്കാൻ കഴിയുന്ന സാങ്കേതിക വിദ്യ ഉൾപ്പെടെയാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഏതൊക്കെ ഇന്ത്യയുടെ വിമാനങ്ങളിൽ നമുക്ക് ഇത് ഉപയോഗിക്കാൻ കഴിയും? തേജസിന്റെ മാർക്ക് 2 ഉപയോഗിക്കാം. ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന അത്യാധുനികമായിട്ടുള്ള AMCAയിൽ ഇത് ഉപയോഗിക്കാം. സുഖോയ് 30 MKI എന്ന് പറയുന്ന വിമാനങ്ങളിൽ ഇത് ഉപയോഗിക്കാം. ഇതിലൂടെ ഇന്ത്യയുടെ ആകാശ കരുത്ത് പല മടങ്ങ് വർദ്ധിക്കാൻ പോവാണ്. DRDO ഇതിനോടകം തന്നെ ഭൂമിയിൽ നിന്ന് പ്രവർത്തിക്കാവുന്ന ലേസർ സംവിധാനങ്ങൾ പരീക്ഷിച്ച് വിജയിപ്പിച്ചിട്ടുള്ള ഒരു ഏജൻസിയാണ്. യുദ്ധവിമാനങ്ങളിൽ ഘടിപ്പിക്കാൻ പാകത്തിൽ ഇതിന്റെ വലിപ്പം കുറയ്ക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടക്കുന്നത്. 2027ഓടെ ഇതിന്റെ ആകാശ പരീക്ഷണങ്ങൾ ആരംഭിക്കും എന്നാണ് കരുതപ്പെടുന്നത്. അതീവ രഹസ്യ സ്വഭാവമുള്ള ഒരു പ്രോജക്റ്റ് ആയതുകൊണ്ട് തന്നെ നിലവിലെ അതിന്റെ സ്റ്റാറ്റസിനെ കുറിച്ച് ഒന്നും നമുക്കറിയില്ല. ഈ ഒരു ആയുധം പൂർണ്ണമായ തോതിൽ പ്രവർത്തന സജ്ജമാകുന്നതോടെ മിസൈലുകളെ വെടിവെച്ചിടാൻ മിസൈലുകൾ തന്നെ വേണമെന്ന സ്ഥിതി മാറും. മാത്രമല്ല, ഇതിന്റെ കോസ്റ്റ് നമുക്ക് വളരെയധികം കുറയ്ക്കാനും കഴിയും. പ്രകാശരശ്മികൾ കൊണ്ട് ആകാശത്ത് തന്നെ ഒരു സുരക്ഷാ കവചം തീർക്കാൻ പറ്റുന്ന തരത്തിലാണ് ഇന്ത്യ തങ്ങളുടെ ഈ ആയുധം ഡെവലപ്പ് ചെയ്യുന്നത്. ഇത് ഇന്ത്യൻ വ്യോമസേനയുടെ കരുത്ത് വർദ്ധിപ്പിക്കുകയും പ്രതിരോധ മേഖലയിൽ സ്വയം പര്യാപ്തത കൈവരിക്കാൻ കൂടുതൽ സഹായിക്കുകയും ചെയ്യും. ഇതിനോട് സാദൃശ്യമുള്ള ചില പ്രോഗ്രാമുകൾ അമേരിക്കയ്ക്കുണ്ട്. അമേരിക്കയുടെ ഷീൽഡ് പ്രോഗ്രാം US എയർഫോഴ്സ് വികസിപ്പിക്കുന്ന ലേസർ പോഡ് സംവിധാനമാണിത്. യുദ്ധവിമാനങ്ങളെ മിസൈലുകളിൽ നിന്ന് സംരക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അമേരിക്ക ഈ പ്രോഗ്രാമുമായിട്ട് മുന്നോട്ട് പോകുന്നത്. ഇസ്രയേലും സമാനമായ ചില പ്രോഗ്രാമുകളായി മുന്നോട്ട് പോകുന്നുണ്ട്.
ചൈനയും അതുപോലെ തന്നെ ചൈനയുടെ കയ്യിലും ഇന്ത്യയുടെ കൈവശമുള്ളതുപോലെ ഭൂമിയിൽ നിന്ന് പ്രവർത്തിപ്പിക്കാൻ കഴിയുന്ന ലേസർ സംവിധാനങ്ങൾ ഉണ്ട്. അപ്പൊ ചൈനയും അത് J-20 പോലുള്ള വിമാനങ്ങളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിൽ ലേസർ പോഡുകൾ നിർമ്മിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും ഇതുവരെ ഒരു കാര്യമായ പുരോഗതി അതിൽ ഉള്ളതായിട്ടുള്ള റിപ്പോർട്ടുകളൊന്നുമില്ല. ഒരു പക്ഷേ രഹസ്യമായി ചൈനയും ഈ ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നുണ്ടാവാം. സമാനമായി തന്നെ റഷ്യയും ഇത്തരം ഒരു പ്രോജക്റ്റുമായി മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷെ ഇവരിൽ നിന്നെല്ലാം വളരെയധികം ഡിഫറന്റ് ആണ് ഇന്ത്യയുടെ പദ്ധതി. ഇന്ത്യയുടെ പദ്ധതി ഡ്രോൺ കൂട്ടങ്ങളെ നേരിടുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ടാണ്. DRDOയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഡ്രോൺ സ്വാംസിനെ നേരിടുക എന്നതാണ്. നമ്മളിപ്പോ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്തും കണ്ടിരുന്നു, പാകിസ്ഥാൻ ഒരേ സമയത്ത് തന്നെ 100 കണക്കിന് ഡ്രോണുകളെ ഇന്ത്യയുടെ നേരെ അയച്ചത്. ആ സമയത്ത് ഇന്ത്യ അതിനെ ഫലപ്രദമായി പ്രതിരോധിച്ചു. പക്ഷേ ടെക്നോളജി അതിവേഗത്തിൽ വളരുകയാണ്. ഭാവിയിൽ കൂടുതൽ വലിയ ആക്രമണങ്ങൾ ഇന്ത്യ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ചിലപ്പോൾ പാകിസ്ഥാനിൽ നിന്നാവാം, അല്ലെങ്കിൽ ചൈനയിൽ നിന്നാവാം. എന്തും എപ്പോഴും ഭാവിയിൽ സംഭവിക്കാം. ഇത് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇന്ത്യയുടെ സാഹചര്യത്തിനനുസരിച്ചുള്ള ആയുധത്തെ ഡെവലപ്പ് ചെയ്യുന്നത്. DRDOയുടെ ഒരു പ്രത്യേകതയും അങ്ങനെയാണ്. നമ്മുടെ ഭൂപ്രകൃതി, നമ്മുടെ രാജ്യത്തിന്റെ സാഹചര്യം, നമ്മുടെ ആവശ്യങ്ങൾ ഇത് മനസ്സിലാക്കിയാണ് ഇന്ത്യ ആയുധങ്ങൾ ഡെവലപ്പ് ചെയ്യുന്നത്. ഇവിടെ ഒരു മിസൈലിനേക്കാൾ ഉപരിയായിട്ട് 100 കണക്കിന് ചെറിയ ഡ്രോണുകൾ ഇന്ത്യയെ ആക്രമിക്കാൻ അല്ലെങ്കിൽ നമ്മുടെ യുദ്ധവിമാനങ്ങളെ ആക്രമിക്കാൻ ഒരേ സമയത്ത് വരികയാണെങ്കിൽ അതിനെപ്പോലും തകർക്കാൻ കഴിയുന്ന തരത്തിലുള്ള ലേസർ പോഡാണ് ഇന്ത്യ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഒരു ഡ്രോണിനെ നശിപ്പിച്ച ഉടൻ തന്നെ അടുത്തതിലേക്ക് സെക്കൻഡുകൾക്കുള്ളിൽ തന്നെ ലേസറുകൾ തിരിക്കാനുള്ള ശേഷി ഇതിനുണ്ടാകും. ഇതിനു പുറമെ HPM സാങ്കേതിക വിദ്യയും ഇന്ത്യയുടെ പരീക്ഷണത്തിലുള്ളതാണ്. ലേസറിന് പുറമെയാണ് നമ്മൾ ഹൈ പവർ മൈക്രോവേവ് എന്നൊരു വിദ്യ കൂടി പരീക്ഷിക്കുന്നത്. ഇതൊരു ലേസർ ബീം പോലെ ഒരു ബിന്ദുവിലേക്ക് മാത്രം കേന്ദ്രീകരിക്കുന്നതിന് പകരം ഒരു നിശ്ചിത പ്രദേശത്തെ എല്ലാ ഇലക്ട്രോണിക്സ് ഉപകരണങ്ങളെയും ഒരേ സമയം ഫ്രൈ ചെയ്ത് കളയുന്ന തരത്തിലാണ് പ്രവർത്തിക്കുക. അതായത് ഒരു കൂട്ടം ഡ്രോണുകൾ നമ്മുടെ വിമാനത്തെ ലക്ഷ്യമിട്ട് വരികയാണെങ്കിൽ അവയെ മൊത്തമായി തന്നെ നിമിഷ നേരത്തിനുള്ളിൽ താഴെ ഇടാൻ കഴിയുന്ന തരത്തിലാണ് ഇന്ത്യ ആയുധം ഡെവലപ്പ് ചെയ്യുന്നത്. ഇന്ത്യ വെറുതെ സ്വപ്നം കാണുകയാണെന്നൊന്നും ആരും കരുതരുത്. നമ്മുടെ ദുർഗ 2 പ്രോജക്റ്റ് നമ്മുടെ മുമ്പിലുണ്ട്. ദുർഗ 2 എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഡിഫറന്റ് ആയിട്ടുള്ള ഒരു അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒരു പദ്ധതിയാണ്. 100 കിലോ വാട്ട് കരുത്തുള്ള ഒരു ലേസർ സംവിധാനമാണിത്. ഇത് വിമാനങ്ങളിലും കപ്പലുകളിലും ട്രക്കുകളിലും ഒക്കെ ഉപയോഗിക്കാൻ കഴിയുന്ന തരത്തിലാണ് ഓൾറെഡി നമ്മൾ രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ഇത് വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഒന്നാണ്. ഇതെല്ലാം നിർമ്മിച്ചിട്ടുള്ള ഇന്ത്യക്ക് വിമാനങ്ങളിൽ വളരെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുന്ന ലേസർ പോഡുകളും നിർമ്മിക്കാൻ കഴിയും. ഇന്ത്യയുടെ ലേസർ പോഡുകൾ കേവലം ഒരു പ്രതിരോധ കവചം മാത്രമല്ല, ഡ്രോൺ യുദ്ധമുറകളെ നേരിടാനുള്ള ഏറ്റവും ഫലപ്രദമായ ആധുനിക ആയുധം കൂടിയാണ്. പാകിസ്ഥാന്റെയോ ചൈനയുടെയോ ഭാഗത്ത് നിന്ന് ഭാവിയിൽ ഉണ്ടായേക്കാവുന്ന ഡ്രോൺ ഭീഷണികളെ ഇതിലൂടെ ഇന്ത്യക്ക് അനായാസം കൈകാര്യം ചെയ്യാൻ കഴിയും. ഇന്ത്യയുടെ ഈ ലേസർ പവർ ഭാവിയിൽ അതിർത്തികളിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരികയും ചെയ്യും. കാരണം ഇന്ത്യക്ക് നന്നായിട്ടറിയാം നാളെ നമ്മൾ എന്ത് തരം ആക്രമണങ്ങളാണ് നേരിടാൻ പോകുന്നത് എന്ന്. ഇപ്പോൾ തന്നെ നമ്മുടെ അതിർത്തി കടന്ന് ഡ്രോണുകൾ വരുന്നത് പലപ്പോഴും റിപ്പോർട്ട് ചെയ്യപ്പെടാറുണ്ട്. ഇന്ത്യ ഫലപ്രദമായിട്ട് അതിനെ തകർക്കാറുമുണ്ട്. ഇന്ന് ടെക്നോളജി, പ്രത്യേകിച്ച് AI ടെക്നോളജി, അത് ജസ്റ്റ് ഒരു ശൈശവത്തിലാണ്. ഭാവിയിൽ അത് കൂടുതൽ ശക്തമായിട്ട് മാറുന്ന സമയത്ത് നമുക്ക് കൂടുതൽ ശക്തമായ പ്രതിരോധ സംവിധാനങ്ങളും വേണം. അവിടെയാണ് ദീർഘവീക്ഷണത്തോടെ DRDO പ്രവർത്തിക്കുന്നത്. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.